എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായകളെ എത്രയും പെട്ടെന്ന് നീക്കണം, സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. സത്യത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും പാലക്കാട് ജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന മന്ത്രിയായിരുന്നു. അത് ഷാഫി കൊടുത്ത ഉറപ്പായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും രാഹുൽ ഈശ്വറിൻ്റെയും കാരണം സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയും കൂടെ തെറി വിളിക്കുക. ആ പാവം എന്ത് ചെയ്തു? ഒടുത്തിന് ജട്ടി ഇടാൻ നേരമില്ല ഏത് മാങ്കൂട്ടത്തിലിന്. കാരണം അത് ഇടാനും ഊരാനുമുള്ള സമയമില്ല, കിട്ടുന്നില്ല. മറ്റവനാണെങ്കിൽ ജട്ടിയുടെ എലാസ്റ്റിക് തലയെ കെട്ടിക്കൊണ്ട് നടക്കുക ഏത് ഈ രാഹുൽ ഈശ്വരൻ. ഇവനെ ഈ പറയുന്നതിന് വേണ്ടി PR വർക്ക് നടത്തുന്നവന്മാർ അല്ലെങ്കിൽ നടത്തുന്നവളുമാർ അവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുക. ഇവനെ ഒരിക്കലും ചെയ്യത്തില്ല. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുകയാണ്, ഓടി തടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏത് വേഷത്തിൽ എവിടെയാണ് എന്നറിയില്ല. പണ്ട് ഈ CID നസീർ എന്നുള്ള സിനിമയ്ക്കകത്തൊക്കെ ഈ നസീർ പല പല വേഷം കിട്ടുമായിരുന്നു. ഒരു ലാഡൻ്റെ വേഷം കിട്ടുമായിരുന്നു, അറബിയുടെ വേഷം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഒന്നും ട്രോൾ വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ അറബിയുടെ വേഷം കെട്ടിയിട്ടും ഓട്ടോറിക്ഷ സിംഗ് ഇങ്ങനെയൊക്കെയുള്ള പല പല വേഷത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടം നടക്കുന്നൊക്കെ വീഡിയോ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിരുന്നു. ഞാനതിപ്പോൾ മാതൃഭൂമി ഓൺലൈനകത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായകളെ എത്രയും പെട്ടെന്ന് നീക്കണം, സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. സത്യത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ പൊതുയിടങ്ങളിൽ നിന്ന് അവരെ മാറ്റണമെന്നുള്ളത്. അത് പൊതുയിടങ്ങളിൽ നിന്ന്, അതായത് തെരുവ് നായ്ക്കളുടെ ശല്യം കാരണമാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. നമ്മൾ തെരുവ് നായ്ക്കളെ കൊല്ലാൻ പോലും അധികം സമ്മതിക്കുന്നില്ലായിരുന്നു. വല വെച്ച് പിടിച്ചിട്ട് ഇതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവുക, നിർബന്ധിത വന്ധീകരണം നടത്തുകയൊക്കെയായിരുന്നു. ഈ തെരുവ് നായ നിർബന്ധിത വന്ധീകരണം നടത്തിയിട്ടും കാര്യമില്ലെന്ന്. വന്ധീകരണം നടത്തിക്കഴിഞ്ഞാൽ ഗർഭധാരണവും ഗർഭഛിദ്രവും ഇല്ലാതാവും. അപ്പോൾ ഈ വേട്ട നിൽക്കത്തില്ല, ഏർപ്പാട് നടക്കുമല്ലോ. ഇത് പിന്നെ കട്ട് ചെയ്ത് കളയണോ അല്ലെങ്കിൽ പിന്നെ അപ്പം വരി ഉടക്കിയാന്ന് പറയുമല്ലോ. പണ്ട് നമ്മൾ ഈ കന്നുമുട്ടാനുള്ള കന്നിനെയൊക്കെ ഈ പന്നിയുടെയൊക്കെയാണ് വരി ഉടച്ചോണ്ടിരുന്നത്. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം വീണ്ടും പാലക്കാട് ജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന മന്ത്രിയായിരുന്നു. അത് ഷാഫി കൊടുത്ത ഉറപ്പായിരുന്നു. അത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ. നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഒരുമിച്ച് ഒരു കാറിൽ അവരുടെ ഡ്രൈവർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ കാഞ്ഞങ്ങാട് മത്സരിക്കാൻ വേണ്ടിയിട്ട് കുപ്പായം ഇട്ട് നിൽക്കുന്നൊരു ജോമോൻ ജോസഫ്, PK ഫിറോസ് മുസ്ലിം ലീഗിൻ്റെ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇത്രയും പേരേ ഉള്ളൂ. ഇവരാരും എന്തായാലും എനിക്ക് വിവരം തരത്തില്ലെന്ന് ഉറപ്പാണല്ലോ. അപ്പം ആ വണ്ടിക്കകത്തിട്ട് പറഞ്ഞിട്ട് ഫിറോസിനോടും ജോമോനോടും ഷാഫി പറയാണ്, ഇത് നമ്മളെ അടുത്ത മന്ത്രിയാട്ടോ എന്ന് പറഞ്ഞ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് ഷാഫിക്ക് വെറുതെ കൊതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. 2 ക്യാബിനറ്റ് എന്തായാലും ഞാൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പ്, അതിലേറെയും പറഞ്ഞാൽ കിട്ടും. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിൽ അതിനെ മറികടക്കാൻ ഒരുത്തനുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരുന്നു ഷാഫി, അതിന് സംശയമൊന്നുമില്ല. ഏറ്റവും ബാർഗൈനിങ് കപ്പാസിറ്റിയുള്ള, ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള, കേരളത്തിലെ മുതിർന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, അവൻ ജനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയം പ്രവർത്തനം തുടങ്ങിയ ആൾക്കാരെ വരെ വരെ നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഷാഫി വളർന്നിരുന്നു. അപ്പോൾ ഷാഫിക്ക് ചോദിച്ചാൽ 2 or 3 ക്യാബിനറ്റ് സ്ഥാനം ഷാഫി പറയുന്ന ആൾക്കാരെ ആക്കിയേനെ. അത് ആക്കുന്നിടത്തുനിന്ന് MLA പോലും ഇവനെ ആക്കാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഷാഫി കേന്ദ്രത്തിലേക്ക് മത്സരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ കേന്ദ്ര ക്യാബിനറ്റിൽ നല്ല സ്ഥാനം കൊടുക്കും എന്നുള്ള സുപ്രധാനമായൊരു പദവിയിൽ വരും എന്നുള്ളൊരു മുസ്ലിം ഫേസ് നാഷണൽ ലെവലിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വരും എന്നുള്ള രീതിയിലാണ് നിന്നത്. എനിക്ക് വിവരം കിട്ടിയത്, യുവമാർക്ക് കോൺഗ്രസ്സുകാർക്ക് പൊതുവേ ലൂസ് ടോക്ക് ഉണ്ടല്ലോ, ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ പരിപാടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രഹസ്യമായിരിക്കും. ഇപ്പം ഞാൻ സിബിയുടെ അടുത്ത് വിശ്വസിച്ചൊരു രഹസ്യം പറയും, അല്ലെങ്കിൽ സിബിയുടെ അടുത്തൊരു വിശ്വസിച്ചൊരു രഹസ്യം പറയുന്നു. സിബി പറയുന്ന രാജൻഭായ് ഇത് വേറെ ആരോടും പറയരുതെന്ന് പറയുന്നു. പക്ഷേ എനിക്കിതിങ്ങനെ ഉള്ളി ഇങ്ങനെ ആരോടെയും പറയണം, തികട്ട് വരും. അപ്പം ഞാൻ വേറൊരാളോട് പോയിട്ട് പറയും, എടാ ഇങ്ങനെ സംഭവമുണ്ട്, വേറെ ആരോടും പറഞ്ഞേക്കരുത്, ഞാൻ നിന്നോട് മാത്രമേ കൊണ്ടുള്ളൂ എന്ന് പറയും. ഇവൻ വേറൊരാളോട് പറയും. ഇത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തെത്തി. ഞാനത് പരസ്യമായിട്ട് അന്ന് തന്നെ എൻ്റെ പേജിൽ പറയുകയും ചെയ്തതാണ്. അല്ല, ഈ ജോമോൻ അത്ര നല്ല പുള്ളിയൊന്നും അല്ല കേട്ടോ. ജോമോന്റെ ഒരു സുഹൃത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബാംഗ്ലൂര് മംഗലാപുരം നടുക്കുന്ന വാർത്തയാണ്. കാരണം ഈ ഷാഫിയെ സംബന്ധിച്ച് ഷാഫി ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ഷാഫിയുടെ കൂട്ടത്തിൽ ഈ കൊണ്ടു നടക്കുന്ന എല്ലാം ഇതേമാതിരത്തെ തല്ലിപ്പൊളികളും അലമ്പുകളുമാണ് എന്നുള്ള രീതിയിലേക്കാണ്. അത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ച് ഷാഫി റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഷാഫിക്ക് ഇവരുടെ സ്വഭാവം അറിഞ്ഞിട്ടല്ല. വിശുദ്ധനായ നല്ലവനായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നല്ല ചെറുപ്പക്കാരനല്ലേ, ജയസഖിൽ നല്ല ചെറുപ്പക്കാരനല്ലേ, ശബരിനാഥ് നല്ല ചെറുപ്പക്കാരനല്ലേ, ഇവരെയൊന്നും കൊണ്ടു നടക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് സത്യസന്ധരായ ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇവൻ്റെ പരിപാടി നടക്കത്തില്ല. ഇവന് വേണ്ടത് ഫ്രോഡുകളെയാണ് വേണ്ടത്. അപ്പോഴേ അവൻ്റെ ഏർപ്പാട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവൻ തെരഞ്ഞു പിടിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നുകിൽ പെണ്ണുപിടുത്തത്തിൽ
വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. പിന്നെ അതിനവന് കൂട്ടു നിൽക്കും, സപ്പോർട്ട് ചെയ്യും. പ്രത്യുപകാരം അവന് വേറെയാണ് വേണ്ടേ. അതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, പറഞ്ഞ് മടുത്തുപോയി. പിന്നെ ഇവരെ ഫണ്ട് പമ്പിങ് എന്ന് പറയുന്നത് തുർക്കി ത്രോ ആണ്. സാധാരണ സൗദിയോ UAE എന്നൊക്കെ വരുന്നതിന് പകരം തുർക്കി ത്രോ ആണ് ഈ സാധനം ഇങ്ങോട്ട് ഫണ്ട് പമ്പ് ചെയ്യുന്നത്. എന്താ കാരണം? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് എപ്പോഴും അണ്ടർ ഒബ്സർവേഷനാണ്. അതുകൊണ്ട് അങ്ങനെയാണ് തുർക്കി വഴിയാണ് ഇവരുടെ ഫണ്ട് പമ്പിങ് ഇങ്ങോട്ട് നടക്കുന്നത്. കുഴലാണോ പിന്നെ എന്താ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പല രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കണ്ടെയ്നർ ഇങ്ങോട്ട് വരുമ്പം കണ്ടെയ്നറിൻ്റെ കറൻസി വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുമോ? സ്കാനിങ് കിട്ടുമോ? ഇനിയിപ്പോൾ ഇവരൊക്കെ കള്ളനോട്ട് അടിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും എൻ്റെ അഭിപ്രായത്തിൽ പരിശോധിക്കേണ്ടത്. ആ രീതിയിലുള്ള തീവ്രവാദ ബന്ധങ്ങളും ബാക്കിയുള്ളതും. അതിന് തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തീവ്രവാദം ഉണ്ടായിട്ടല്ല. മോഹൻ തോമസിനെയാണ് ഓർമ്മ വരുന്നത്. അതെ. അപ്പോൾ എന്തായിരുന്നാലും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പാവം വയനാട്ടിലെ 19 ലക്ഷം രൂപ ഇത് എത്ര വീട് വെച്ച് കൊടുക്കുന്നതാണ് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പഴി എന്നിട്ട് ആർക്കാണ് കേൾക്കുന്നത്? അപ്പോൾ അവൻ രാഹുൽ ഗാന്ധിക്ക്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും കാരണം സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയും കൂടെ തെറി വിളിക്കുക. ആ പാവം എന്ത് ചെയ്തു? ഒടുത്തിന് ജട്ടി ഇടാൻ നേരമില്ല മാങ്കൂട്ടത്തിന്. കാരണം അത് ഇടാനും ഊരാനുമുള്ള സമയമില്ല, കിട്ടുന്നില്ല. മറ്റവനാണെങ്കിൽ ജട്ടിയുടെ എലാസ്റ്റിക് തലയെ കെട്ടിക്കൊണ്ട് നടക്കുക. ഈ രാഹുൽ ഈശ്വരൻ. എന്നിട്ട് ഇവന്മാർ കാണിക്കുന്ന തോന്നിയ ദിവസത്തിന് ആ പാവൻ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഗസറ്റിൽ വിജ്ഞാപനം കൊടുത്ത പേര് മാറ്റും. കാരണം രാഹുൽ എന്നുള്ള പേര് പറയുമ്പോഴത്തേക്ക് ഇവന്മാരും നാണക്കേടാന്നുള്ളതുകൊണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണല്ലോ ഈ പറഞ്ഞത്. കാരണം വെച്ചാൽ കേരളത്തിൽ രാഹുൽ എന്ന് പേരുള്ള ആളുകളൊക്കെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഗസറ്റിൽ വല്ല വിജ്ഞാപനം ഇട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. വല്ല ആപ്ലിക്കേഷൻ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ RT പ്രകാരം നമുക്കൊന്ന് ചോദിച്ചു നോക്കണം. ഇത് രസകരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ഒരു പക്ഷെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും DYFIക്കാരെങ്കിലും ഒരു 10 രാഹുലന്മാർ പോയിട്ട് ഞങ്ങളുടെ പേര് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ടൊരു അഭ്യർത്ഥന നടത്താനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ വലിയ രസകരമായിരിക്കും സംഭവം. ഇപ്പൊ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ എന്ന് പറയുമ്പോൾ അറിയാതൊരു ശരി വരും. ഇതാണ് രസം, അതാണ് പ്രശ്നം. അപ്പം ആ പാവം പിടിച്ച രാഹുൽ ഗാന്ധി ഒന്നും അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, പൊളിറ്റിക്കലി ചിലപ്പോൾ ചില കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്, പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട്, നാളെയും വിമർശിക്കും. അതിലൊന്നും നമുക്കൊരു വിട്ടുവീഴ്ചയില്ല. ഒരുത്തൻ്റെയും ചിലവിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ നമ്മളുടെ വിവേചന ബുദ്ധിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒരു പിഴവ് പറ്റിയാൽ നമ്മൾ അടുത്ത ദിവസം തിരുത്തും പറയാറുണ്ട് പ്രേക്ഷകരുടെ അടുത്ത്. അപ്പം ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റാം, മനുഷ്യ സഹജമാണ്. ചിലപ്പോൾ നമ്മൾ എടുത്തിയാടി സാധനം ചെയ്യുമ്പം ഉണ്ടാകുന്ന കുഴപ്പങ്ങളുണ്ടാവും. നമുക്ക് എഡിറ്റർമാർ എഴുതി തരുന്നത് നോക്കി പ്രോംപ്റ്ററിൽ നിന്ന് വായിക്കുകയല്ലോ, നമ്മളിരുന്ന് പറയുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ലൂസ് സ്ട്രോക്ക് ഉണ്ടായിരുന്നവരും ചിലപ്പോൾ ടങ് സ്ലിപ്പ് ഉണ്ടായിരുന്നവരും ഒക്കെ വരും. അപ്പം ഞാൻ പറഞ്ഞു വന്ന പിന്നെ ഇവൻ എന്തായിരുന്നു പറഞ്ഞത്? ഇവൻ പറഞ്ഞത് ഞാൻ വീട് കയറും, കാരണം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാ. ഇപ്പം ഇനിയിപ്പോൾ ആരെങ്കിലും വീട്ടിൽ കയറ്റൂ? 2 കാലം ഉള്ളിടത്തോളം കാലം എല്ലാ വീടും കയറുന്നതാണ്. ഇപ്പം വീടും കയറുന്നില്ല, എവിടെയും കയറുന്നില്ല, എവിടെ ആണെന്ന് പോലും അറിയില്ല. അതിനൊരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് രാജൻ ഭായി. അതായത് ഈ 2 കാലം ഉള്ളിടത്തോളം കാലം ഞാൻ വീടുകൾ കയറും എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് സരസുവിന്റെ വീട്ടിൽ പിള്ളാച്ചൻ ചെല്ലുന്ന സീനാണ്. മറ്റേ സീനാണ് ഇപ്പൊ കാണിച്ചോണ്ട്. അല്ല, ഇതിനകത്തുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് കയറും, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരാൻ വീട് കയറും. ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ അബദ്ധം പറ്റിപ്പോയി. ഇവൻ വീട് കയറും എന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തണമെന്ന് മനസ്സിലായില്ലേ? ഇവന് വേണ്ടിയിട്ട് സൈബർ ഇടത്തിൽ പോസ്റ്റ് ഇടുന്ന PR വർക്ക് നടത്തുന്ന ആളുകൾ, അവരുടെ വീട്ടിൽ നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോൾ ഞാനൊക്കെ ഒരുപാട് സംഘടനാ പ്രവർത്തകരുടെ വീടുകൾ നമ്മൾ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ദൂരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലാണെന്ന് കിടക്കുന്നത് പോരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ VS പണ്ട് മലപ്പുറത്ത് വന്ന മഞ്ഞളാംകുഴി അല്ലിയുടെ വീട്ടിലായിരുന്നു നിൽക്കുന്നത്. അതേപോലെ തന്നെ പലരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആര്യാറിൻ്റെ വീട്ടിൽ നിൽക്കുന്നവരുണ്ട്, വഹാബിൻ്റെ വീട്ടിൽ നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ എനിക്ക് മലപ്പുറത്ത് എനിക്ക് അറിയാം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. തങ്ങൾമാർ പിന്നെ അവരുടെ പ്രത്യേക ഒരു പാരമ്പര്യം വെച്ചിട്ട് അങ്ങനെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാറില്ല. പക്ഷേ അതിനുള്ളവർക്ക് ഗസ്റ്റ് ഹൗസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ പോകുന്നത്. ആ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ തഴവും കഴിച്ചാൽ അവരെ പിള്ളേരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഇവനെ ഈ പറയുന്നതിന് വേണ്ടി PR വർക്ക് നടത്തുന്നവന്മാർ അല്ലെങ്കിൽ നടത്തുന്നവളുമാർ അവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. ഇവനെ ഒരിക്കലും ചെയ്യത്തില്ല. പുറത്തിരുന്നിട്ട് പൈസ മേടിച്ചിട്ട് PR വർക്ക് നടത്താൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അല്ല, അതിൻ്റെ വേറെ രസകരമായിട്ട് സംബന്ധമുണ്ട്. കാരണം ഈ രാഹുലിനെതിരെ അനുകൂലമായിട്ട് ഈ മെസ്സേജ് ഇടുന്നവരുടെ എല്ലാം ഫോട്ടോ നോക്കിയോ, എല്ലാം AI ഫോട്ടോയാണ്. ഓൾമോസ്റ്റ് ഒരു 70% AI ഫോട്ടോയാണ്. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഇത് കൈപ്പത്തിയുടെ ചിഹ്നം, അല്ലെങ്കിൽ ചിലരൊക്കെ KC വേണുഗോപാലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നു, ചിലരൊക്കെ K സുധാകരൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നു, ചിലരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ ഈ രാഹുലിനെ അനുകൂലിച്ച് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതെന്താ കാര്യം അറിയാമോ?
ഈ ചില അമ്മച്ചിമാര് ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ഓൺലൈൻ ചാനലുകളിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ PR ടീം ചെയ്യിപ്പിക്കുന്നു. ആണ്. നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ഇരുന്നു പിന്നെ ഓഡിയൻസിന്റെ പ്രതികരണം എന്ന് പറഞ്ഞിരിപ്പിക്കുന്ന അവൻ എന്നോട് പറഞ്ഞതാ. നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ, പൈസ മേടിച്ചതാ, ചെയ്യണ്ടേ. കാരണം എൻ്റെ മോനാണ് അവനെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ സ്ഥിതിഗതികൾ ഇത് തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അരി വാങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. അവർ രക്ഷപ്പെട്ടു പോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ ജില്ലാ പഞ്ചായത്തിലോട്ട് ഇവിടെയോട്ടൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഗതികേട് ആലോചിക്കണം. ഈ പത്തനംതിട്ട ജില്ലയിലും പാലക്കാടും ഒക്കെ ഇവൻ്റെ കുറേ നോമിനികളുണ്ട്. അവർ ഇവൻ്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ടാണ് ഫ്ലെക്സ് അടിച്ചത്. ഇത് നിങ്ങൾ കടം വാങ്ങിയായിരിക്കും ചിലപ്പോൾ അടിച്ചേക്ക്. ചിലരൊക്കെ മാറ്റി തുടങ്ങി. ഇപ്പം മാറ്റി തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ വെക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. പിന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ജാമായിപ്പോയി മലയാളികൾ കാരണം. പണ്ട് ഏതോ ഒരു പിന്നെ വിദേശ താരത്തിനെതിരെ ഇന്ത്യയെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കയറി പൊങ്കാലയിട്ടൊരു സംഭവം ഓർമ്മയുണ്ടല്ലോ. ഇത് ഫേസ്ബുക്ക് ജാമായെന്ന്. ഫേസ്ബുക്ക് ജാമായിപ്പോയെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ചരിത്രത്തിൽ ഇടയ്ക്ക് ടെക്നിക്കൽ എറർ വന്നപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കണ്ട ഈ പിന്നെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ പിന്നെ ഈ ഭൂലോകത്ത്, ഇത്രയും വലിയ ഭൂലോകത്ത് ഇത്രയും രാജ്യങ്ങളുള്ള 600 കോടി ജനങ്ങൾ, 600-ലേറെ കോടി ജനങ്ങളുള്ള ഇത്രയും രാജ്യങ്ങളുള്ളതിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഈ തെക്കേ അറ്റത്ത് ആകെ ഇത്രയും പോകുന്നൊരു സംസ്ഥാനത്തെ മലയാളികൾ വിചാരിച്ചപ്പോൾ ഫേസ്ബുക്ക് ജാമായി. എന്താണെന്നറിയോ? എല്ലാവരും ഫേസ്ബുക്കിൽ കയറി ലോഗിൻ ചെയ്തിട്ട് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യുക. ഇവൻ്റെ കൂടെയുള്ള പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടി ഇതങ്ങ് ഹാങ് ആയിപ്പോയി. കാരണം അതാണ് അവസ്ഥ. ഫേസ്ബുക്ക് വരെ ഹാങ് ആക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഉള്ള രാഷ്ട്രീയ നേതാവ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ അറസ്റ്റ് വരിക്കും. ഇവൻ ചെയ്യേണ്ടിയിരുന്ന ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, ഇവൻ കോമൺ സെൻസ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവൻ മാന്യമായിട്ട് ഒരു മാസം ഒരു 5 ലക്ഷം രൂപ ശമ്പളം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അഡ്വൈസറായാണ്. അവനെ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളത് എനിക്കറിയായിരുന്നു. അവൻ അന്ന് ചെയ്യേണ്ടിയിരുന്നത് MLA ഓഫീസിൽ തന്നെ ഇരിക്കുക, ഫ്ലാറ്റിൽ പോലും പോകരുത്. രാത്രി വരെ MLA ഓഫീസിലിരുന്ന് കാര്യങ്ങൾ, അതും വേണമെങ്കിൽ അവൻ്റെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് MLA ഓഫീസിലെ ആൾക്കാരെ ഓരോ ആവശ്യത്തിന് വേണ്ടി വരുത്തുന്ന പോലെ വരുത്തുക. ഒരു ചെറിയ ഡ്രാമ അങ്ങനെ വരുത്തിയിട്ട് പോലീസ് വരുന്നു, അവനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. ആളുകൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നു, പേപ്പറുകളും നിവേദനങ്ങളും ഒക്കെ ആയിട്ട്. ഇവൻ്റെ PR ടീമിനെ വെച്ചിട്ട് ഒരു ഷൂട്ട് ചെയ്താൽ മതി. പോലീസിനോട് പറയുന്നത്, ഞാൻ ഇവരുടെ പ്രശ്നം തീർത്തോട്ടെ, ഞാൻ MLA ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, സഹകരിക്കാമെന്ന് പറയുന്നു. ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ടോർച്ചർ റൂമിൽ കൊണ്ടുപോയിടത്തില്ല. ഇവനെ അന്ന് രാത്രി തന്നെ ജഡ്ജിൻ്റെ മുമ്പിൽ ഹാജരാക്കണം. MLA അങ്ങനെ പോയിരുന്നെങ്കിൽ അവനൊരു ധീരൻ എന്നുള്ള പേര് വരുമായിരുന്നു. ഈ പൊട്ടൻ ഫോണും ഓഫ് ചെയ്ത് ഒരൊറ്റ മുങ്ങൽ. അതുവരെ ഞാൻ വീട് കയറും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെല്ലുവിളി, ബാക്കിയുള്ളത് മറിച്ചത് ഇത്രയേ ഉള്ളെന്നുള്ളത് മനസ്സിലായി. ഇത്ര അല്പനാണ് ഇവനൊക്കെ. ഈ പറയുന്നത് ഇങ്ങനെ ഈ വലിയ ധീരത വിളിച്ചു പറയുന്നവന്മാർക്ക് ഒരു ധീരത ഉണ്ടാകത്തില്ല. ഇവൻ ജാമ്യം കിട്ടിയില്ല, റിമാൻഡ് ചെയ്തു. എന്നാൽ തന്നെ ഇപ്പോൾ അവൻ ഭീരുവാണെന്നുള്ളത് മനസ്സിലായി. ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ ധീരതയുടെ വലിയ വാക്കുകൾ. അതുമാത്രമല്ല, മുകേഷിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലോട്ട് പ്രകടനം നടത്തിയിട്ട് വലിയ പ്രസംഗം പ്രസംഗിച്ചു. പിന്നെ സ്ത്രീവിരുദ്ധനാണ്, അങ്ങനെയാണ്, പിന്നെ മറ്റാണ്, മറിച്ചതാണ്. ആര്? മുകേഷിനെതിരെ പരാതി കൊടുത്തേക്കുന്ന ആരാ? ഒരു ഭൂലോക ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല, ആ വാക്കോട് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ചെന്നൈ പോലീസ് വന്ന് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയേക്കുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിൻ്റെ പരാതിയിലാണ് ഈ സംഭവം വന്നേക്കുന്നത് എന്ന് എഴുതിയിട്ട് ആ മുകേഷിനെ വിശദീകരിക്കുന്നതല്ല. മുകേഷിനോട് എനിക്ക് പല കാര്യങ്ങളും ഇതിൽ അഭിപ്രായമുണ്ട്. മുകേഷ് ഒന്ന് നിയമസഭയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് ഇരിക്കാനും പോകുന്നു. ഇരുത്തത്തുമില്ല, സീറ്റ് കൊടുക്കത്തില്ല ഇനി. പിന്നെ വിൻസെൻ്റെ വിഷയം എടുത്തു നോക്കിയ കോളം MLA വിൻസെൻ്റ് ഒളിച്ചോടിപ്പോയോ? ഇല്ല, അറിയായിരുന്നു. വിൻസെൻ്റ് പിന്നെ ഹാജരായില്ല, കാര്യങ്ങൾ ചെയ്തില്ലേ? വേണ്ട, ഇവൻ്റെ പാർട്ടിക്കാരൻ തന്നെയല്ലേ എഴുതോ എന്തായാലും നാട് വിട്ടു പോയൊന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നാട് വിട്ടു പോയില്ല. ബാക്കിയുള്ളത് അത് വിധിക്ക് വിട്ടു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് പിന്നെ ചിലപ്പം കുറ്റവാളി രക്ഷപ്പെട്ടു എന്ന് വരും. ഇവൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മറ്റേ ജട്ടിയുടെ എലാസ്റ്റിക് തലയിൽ കെട്ടി നടക്കുന്ന വക്കീൽ പറഞ്ഞു. ആദ്യം എന്തോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പറഞ്ഞു ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവനാണ് ഇവനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്നത്. തീർച്ചയായിട്ടും പാരസിറ്റാമോൾ കഴിച്ചിട്ട് ഉറങ്ങുന്നു എന്ന് പറഞ്ഞു ആദ്യം. ആ ഓഡിയോ കേൾപ്പിച്ചു. അതുതന്നെ ഏറ്റവും വലിയ ട്രോള. എനിക്ക് സംശയമുണ്ട് ഇവനിട്ട് പാര പണിയാൻ വേണ്ടിയിട്ട് മറ്റോ നടക്കുകയാണോ എന്നുള്ളത്. ഈ ഒരു നാട്ടിൽ 2 സിംഹങ്ങൾ വേണ്ടാന്ന് പറയുമല്ലോ, ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു രാഹുല് മതി, 2 രാഹുല് വേണ്ടാന്നുള്ള തോന്നലുണ്ടോന്നുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ പാരസിറ്റാമോൾ കഴിച്ചിട്ട് ഉറക്കം വരാത്തന്നെ പാരസിറ്റാമോൾ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നതെന്ന് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങുന്നതെന്ന് പറയാതിരുന്ന എന്തോ ഭാഗ്യമായിരിക്കും. B കോംപ്ലക്സ് കഴിച്ചിട്ടാണെന്നുള്ളത്. ഇവൻ പറഞ്ഞു വിവാഹിതയാണെന്ന് അറിഞ്ഞില്ല,
അറിയാതെയാണ് ഇവനെ ട്രാഫികപ്പെടുത്തിയത്. ഏത് മാധ്യമ പ്രവർത്തകർ, ഇവൻ സ്ഥിരമായിട്ട് ചാനൽ ചർച്ചയിലും പോകുന്നു, എന്നിട്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇവൻ തന്നെ കോടതി കൊടുത്തേക്കുന്ന ജാമ്യാപേക്ഷയ്ക്കകത്ത്, മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് വിവാഹിതയാണ്, വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടായിരുന്നു, അതിൽ ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു. ആ ഡിസ്കംഫർട്ടബിൾ ആയതുകൊണ്ട് ഒരു ആശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു സ്വാന്തനമായിട്ട് കൂടെ വന്നു. ഏത് സ്വാന്തനിപ്പിക്കുന്നത് ഗർഭിണിയാക്കിയിട്ടാണ്. എന്നിട്ട് പിന്നെ അത് ഗർഭം അലസിപ്പിച്ച് ഒന്നും കൂടെ സ്വാന്തനിപ്പിച്ചു. അങ്ങനെയാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്തൊരു പെൺകുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവൻ ലിറ്ററലി കൊലപാതകയല്ലേ, ഒരു കുഞ്ഞിനെയല്ലേ കൊന്നേ, കൊലപാതകയാണല്ലോ ഇവൻ. അബോർഷൻ 24 മാസം വരെ 24 ആഴ്ച സമയമുണ്ട് എന്നുള്ള ഒരു നിയമവശം പിടിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് ഹാങ് ആക്കാൻ കഴിഞ്ഞു മലയാളികൾക്കെന്ന് പറഞ്ഞ പോലെ, മലയാളികൾക്കെന്നല്ല രാഹുൽ ഫാൻസിന് കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഗിന്നസ് ബുക്കിലും പേര് വരാൻ കഴിയുന്ന, കാരണം ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഏറ്റവും അധികം ഭ്രൂണഹത്യ നടത്തുകയൊക്കെ ചെയ്ത ഒരാളെന്നുള്ള, ലോകത്തെ 1-ാം നമ്പർ കോഴി എന്നുള്ള ഒരു അവാർഡ് കൂടി കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വിഷയം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ 2-3-4 മാസം മുമ്പ് ഞാൻ പറഞ്ഞു, ഇവൻ പീഡിപ്പിച്ച പെമ്പിള്ളേരെല്ലാം കെട്ടണമെന്നുണ്ടെങ്കിൽ ഇവന് പഴയ കാലത്തെ രാജാക്കന്മാരെ പോലെ അന്തപുരം ഉണ്ടാക്കേണ്ടി വരുമെന്നുണ്ട്. സിവിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെ ഇതേ കസേര ഇരുന്നേ പറഞ്ഞേ. ഇതൊക്കെ എന്താ പറയുക, ഇവൻ്റെ ഓവർ സ്മാർട്ട്നെസ്സാണ്. ഇത് മര്യാദയ്ക്ക് പോകുമായിരുന്നു. രാജ്മോഹനുണ്ണിത്താൻ പറഞ്ഞ അതിനകത്ത് കറക്റ്റായിട്ടുള്ള കാര്യം, അഹങ്കാരം കുറച്ചുകൂടെ തലയ്ക്കങ്ങ് പിടിച്ചു. ഒരേ കളറിട്ട് വരുന്നു, നടിമാരെ കൊണ്ടുവരുന്നു, എന്തോ സിനിമ ഷൂട്ടിംഗ് ആണ്, ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കില്ലായിരുന്നു. നീയൊക്കെ പൊട്ടന്മാരാണ്, എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നുള്ളത് തോന്നലിൽ കിടന്നിട്ട് ആൾക്കാരെ വിഡ്ഢികളാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അഹങ്കാരം തലയ്ക്ക് പിടിച്ചതാണ്. അധികമായാൽ അമൃതും വിഷം എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇത് കണ്ടത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശിഷ്ടകാലമെങ്കിലും അവന് ആത്മാഭിമാന ബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് കളയും. അവന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഇനിയുള്ള കാലത്തെങ്കിലും മനുഷ്യന് മാനസാന്തരം എന്ന് പറയുന്നൊരു സാധനത്തിനുള്ള സമയമാണിത്. അവൻ അതുപോലും ഉണ്ടായില്ല. 1 മാസം വീട്ടിൽ അടച്ചിരുന്നപ്പോൾ ഞാൻ കരുതി സത്യമായിട്ട് മനുഷ്യന് ഒരു ഗിൽറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു തിരിച്ചറിവ്, ഒരു മാനസാന്തരം, ഒരു കുറ്റബോധം, ഒരു പശ്ചാത്താപം, അതിൽ നിന്നുള്ള ഒരു തിരുത്തൽ ഉണ്ടാവും എന്നുള്ളത്. ആ റെക്ടിഫിക്കേഷനിലേക്ക് അവൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭ്യാസം കാണിക്കുകയത്. ഇനിയെങ്കിലും അതിനുള്ള ഒരു ശ്രമത്തിലേക്ക് അവൻ പോവുകയാണ് വേണ്ടത്. അവനും ഒരു പെങ്ങളുണ്ട്, ഇവനും നാളെ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും. ആ ചിലപ്പോൾ നാളെ ഇവൻ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, അതൊരു പെങ്കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവൻ ഇപ്പം കാണിച്ചിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഈ പെങ്കൊച്ചിനെ കൊണ്ട് ഈ ഭ്രൂണഹത്യ ചെയ്യിപ്പിച്ച ഈ സംഭവം, ഇത് ചെയ്യാനുള്ള ഒരു വിവേകം, അതിനുള്ളൊരു തോന്നൽ ഇവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, അന്തരിച്ചുപോയൊരു മനുഷ്യനാണ്, അദ്ദേഹത്തെ വേറൊന്നും പറയുന്നില്ല, ഇവൻ്റെ അച്ഛൻ അന്ന് അവൻ്റെ അമ്മയോട് ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഭ്രൂണഹത്യ നടത്തിയിരുന്നെങ്കിൽ കേരളത്തിന് നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. ഈ വയസ്സുകാലത്ത് അവൻ്റെ അമ്മയ്ക്ക് നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. അവൻ്റെ പെങ്ങൾക്കും അവൻ്റെ അളിയനും പുറത്തിറങ്ങി അന്തസ്സായിട്ട് നടക്കാമായിരുന്നു. മലയാളികളുടെ മൊത്തത്തിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു.